ഒരിക്കൽ കൂടി ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് കൂടി വരുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് 7 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ഒരുമിച്ച് ധ്യാനിക്കാം. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യം ചുരുക്കമായി ഒരു 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പാപത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുമോ, പാപം ചെയ്യുവാനായിട്ട് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് 1-ാം വാക്യത്തിൽ നാം ഒരു ചോദ്യമായി പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത് കാണുന്നത്. ഒരു നാളും അരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതിന് കാരണം പാപം സംബന്ധമായിട്ട് മരിച്ചെങ്കിൽ പിന്നെ പാപത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ്. മരിച്ച ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പാപം സംബന്ധമായിട്ട് നാം മരിച്ചിരിക്കുന്നുവെങ്കിൽ പാപത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. അതിനുശേഷം സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. സ്നാനത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് കർത്താവിനോട് കൂടി പുനരുദ്ധാനം ചെയ്യുന്നതായ ഒരു സാദൃശ്യമാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നതിനെക്കുറിച്ചാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു. എന്നുവെച്ചാൽ പുതിയൊരു ജീവൻ നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. നേരത്തെ നമുക്ക് ജീവനില്ലായിരുന്നു, ആത്മീയമായിട്ട് നമ്മൾ മരിച്ചവരായിരുന്നു. എന്നാൽ നാം മനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ നമ്മളിലൊരു പുതുജീവൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർത്താവിൻ്റെ മരണത്തോട് നാം സാദൃശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടും നാം സാദൃശ്യപ്പെടും. അതായത് ഒരു പുതിയ ജീവിതത്തിൽ ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കും. ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെടുകയോ അടക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നാണ്. നമ്മുടെ പഴയ ജീവിതം തന്നെയാണ് നമ്മളിൽ നിലനിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥത്തിൽ അങ്ങനെ വിശ്വസിച്ചവർ അല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 6-ാമത്തെ വാക്യം നാം അങ്ങനെയാണ് വായിച്ചത്. ഈ പാപശരീരം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എങ്കിൽ പാപത്തിന് അടിമപ്പെടുക എന്ന് പറയുന്നത് ആവശ്യമില്ല. നമുക്ക് അടിമപ്പെടുത്തുവാനായിട്ട് കഴിയും. അത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മുടെ പാപശരീരത്തിനൊരു നീക്കം വരികയാണ് ചെയ്യുന്നത്. ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്താലോ പിശാചിനാലോ നിയന്ത്രിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള നാം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അതിനുശേഷം 7-ാം വാക്യം മുതൽ നാം ചിന്തിച്ചാൽ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചുവെങ്കിൽ അങ്ങനെ മരിച്ചിരിക്കുന്ന ആള് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചിരിക്കുന്നത് പാപത്തിൽ നിന്നുള്ള പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളുടെ വീണ്ടും ജനനം ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നിയന്ത്രണത്തിൽ നിന്നും
അധികാരത്തിൽ നിന്നും ഒക്കെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ മരിച്ച, അതല്ലെങ്കിൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന വീണ്ടുജന്മം പ്രാപിച്ച ആളുകൾ ഒരിക്കലും പാപത്തിൻ്റെ അടിമത്തം അവരുടെ ജീവിതത്തിൽ തോന്നേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ഒരു പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായി നാം തീർന്നാൽ പിന്നെ നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടിയാണ്. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലും കൃപയിലുമാണ് നാം ജീവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ കർത്താവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലും കൃപയിലും നാം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. നാം യേശുവിനെ കർത്താവിൻ്റെ ഇഷ്ടാവുമായി സ്വീകരിക്കുമ്പോൾ നമ്മളുടെ മേലുള്ള സകല നിയന്ത്രണവും നാം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം കർത്താവിനോട് കൂടെ ജീവിക്കുന്നവരാണോ? കർത്താവിനോട് കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നിത്യതയിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത്. നാം കർത്താവിനോട് കൂടെ ആകും, കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരും. അത് ശരിയാണ്. എന്നാൽ കർത്താവിനോട് കൂടെയുള്ള ജീവിതം വീണ്ടും ജനനത്തോടു കൂടി ഈ ഭൂമിയിൽ തന്നെ ആരംഭിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവവചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാൻ വീണ്ടും പറയുന്നു, അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടപ്പിൽ. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, വീണ്ടും ജനന ജീവിതം. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെയും അതിനെക്കുറിച്ച് പറയാം, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം നാം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവേഷ്ടം ആരാഞ്ഞ് അന്വേഷിച്ച് അതനുസരിച്ച് ജീവിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അത് ക്രിസ്തീയ ജീവിതമല്ല, ക്രിസ്തുവിലല്ല. അതുകൊണ്ട് തന്നെ പിതാവിന് നമ്മെ ക്രിസ്തുവിൽ കാണുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ആത്മീക അനുഗ്രഹങ്ങൾക്ക് നമുക്ക് യാതൊരു പങ്കും ഇല്ല എന്നുള്ളതും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിക്കുന്നത്? അത് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു, ക്രിസ്തു ദൈവത്തിന് ജീവിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന് ജീവിക്കുന്നു എന്ന് നമുക്ക് ഈ വേദഭാഗത്തെ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം പറയുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് ഇനി മരണമില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം പറയുന്നു. അവൻ പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, വീണ്ടും ഒരു മരണം പാപസംബന്ധമായിട്ട് ആവശ്യമില്ല. കർത്താവിൻ്റെ ഏകയാഗം സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. കർത്താവ് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ച് ഒരു യാഗമായി തീർന്ന് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി ഇപ്പോൾ ദൈവത്തിന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആ ക്രിസ്തുവിനോട് കൂടെയാണ്, ആ ക്രിസ്തുവിലാണ് നാം വസിക്കുന്നത് എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും
കർത്താവ് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അതുപോലെ നമ്മളും പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചവരാണ്. ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാണ് എന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇതിനു മുമ്പിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള 3-4 വാക്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സമാപ്തി, ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിലാണ് ഇവിടെ പറയുന്നത്. നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ. ഇവിടെ ഒരിക്കലെന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പാപസംബന്ധമായിട്ട് ഒരിക്കൽ നാം മരിച്ചു. എന്നാണ് ആ മരണം? അത് നാം മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള സമയത്ത് നാം പാപസംബന്ധമായിട്ട് മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മൾ കഴിഞ്ഞ 2 വാക്യങ്ങളിൽ നിന്ന് ആ ഒരു കാര്യം പറയുകയുണ്ടായി. നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു, ക്രിസ്തു ദൈവത്തിന് ജീവിക്കുന്നു. അതുകൊണ്ട് നാം ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു തലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ്. ക്രിസ്തുവിനോടുകൂടി അല്ലെങ്കിൽ ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാണ് നാം എന്ന് നമ്മളെ തന്നെ നാം കണക്കാക്കേണ്ടത് ആവശ്യമാണ്. പാപം സംബന്ധമായിട്ട് ഞാൻ മരിച്ചവനാണ്. ഒരു പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ പാപം സംബന്ധമായിട്ട് ഞാൻ മരിച്ചവനാണ്, ഞാൻ ദൈവത്തിന് ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവനാണ് എന്നുള്ള ഒരു ബോധ്യം, ഒരു ഓർമ്മപ്പെടുത്തൽ നാം നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത്തരം പാപ സാഹചര്യങ്ങളിൽ വീണുപോകാതെ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ അങ്ങനെ എണ്ണേണ്ടത് ആവശ്യമാണ്. ശരി, 12ാമത്തെ വാക്യത്തിൽ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. പാപം നമ്മളിൽ വാഴരുത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പാപം നമ്മളിൽ വാണിരുന്നു. നാം ദൈവമക്കളായി തീരുന്നതിന് മുമ്പ് പിശാചിൻ്റെ മക്കൾ എന്നുള്ള സ്ഥാനമായിരുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലായിരുന്നു നാം. എന്തെങ്കിലും നന്മ ചെയ്യാം എന്ന് നാം ആഗ്രഹിച്ചാൽ പോലും നന്മ ചെയ്യുവാൻ കഴിയാത്ത, അതായത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള നന്മ ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. എന്ത് നന്മ ചെയ്താലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം, പ്രയാസം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളത് അന്നത്തെ ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഇനി നമ്മുടെ ശരീരത്തിൽ, മർത്യശരീരത്തിൽ പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ വാഴരുത്. വാഴരുത് എന്ന് പറയുമ്പോൾ വാഴാനായിട്ടുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ വാഴരുത് എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടാണ്. പാപം ഒരു കാലത്ത് വാണിരുന്നതും എന്നാൽ മരിച്ച് ക്രിസ്തുവിൽ ഉള്ള ജീവനിൽ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന് ജീവിക്കുന്നതുമായിട്ടുള്ള ആത്മീയ ജീവൻ പ്രാപിച്ച ആളുകളോട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇനി പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ വാഴരുത്. അപ്പോൾ നമുക്ക് പാപം നമ്മളുടെ മേൽ വാഴാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. തുടർന്നുള്ള വാക്യം നാം വായിക്കുമ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അപ്പോൾ ഇവിടെ നാം നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായി കർത്താവിന് സമർപ്പിച്ചവരാണ്. കർത്താവിനോട് കൂടെ നാം മരിച്ച് നമ്മുടെ അവയവങ്ങളെ, റോമർക്കെഴുതിയ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ശരീരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളെ. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ നാം കർത്താവിന് സമർപ്പിച്ചതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം, നമ്മുടെ സകലത്തിൻ്റെയും മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം യഥാർത്ഥത്തിൽ ദൈവത്തിനാണ്. ആ ഒരു നിയന്ത്രണം നാം യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നാം ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ ഇനി നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്.
ഇവിടെ മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത് വരുന്നതായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ സ്വതന്ത്ര ഇച്ഛയിൽ നിന്നാണ് നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത്. നമ്മളുടെ ഇച്ഛയെ ഒരിക്കലും ദൈവം എടുത്തു മാറ്റുന്നില്ല. നമുക്ക് നമ്മുടെ സ്വതന്ത്ര ഇച്ഛയെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നാം വെറും ഒരു കമ്പ്യൂട്ടർ പോലെയോ ഒരു റോബോട്ട് പോലെയോ മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവത്തിൻ്റെ ഒരു സാദൃശ്യം എന്ന് പറയുന്നത് പിന്നെ നമുക്കുണ്ടാകുകയില്ല. സ്വരൂപവും സാദൃശ്യവും നമുക്കുണ്ടാകുകയില്ല. സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും എടുത്തു കളയുന്നില്ല. അതങ്ങനെ എടുത്തു കളയുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. അങ്ങനെ എടുത്തു കളയുന്നില്ല. അങ്ങനെ നമ്മുടെ ഇച്ഛയെ ദൈവം ന്യൂട്രലൈസ് ചെയ്തു അല്ലെങ്കിൽ എടുത്തു കളയുന്നുവെങ്കിൽ ഇങ്ങനെ സമർപ്പിക്കരുതെന്നും സമർപ്പിക്കണമെന്നും ഒക്കെ എണ്ണണം എന്നൊന്നും പറയാനായിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ സ്വാഭാവികമായിട്ട് ദൈവം ചെയ്തതായിട്ടുള്ളൊരു പ്രോഗ്രാം പോലെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. എന്നാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അതങ്ങനെയല്ല. നമുക്ക് സമർപ്പിക്കാനും സമർപ്പിക്കാതിരിക്കാനുമുള്ള കഴിവ്, ഇച്ഛ, സ്വതന്ത്ര ഇച്ഛ നമ്മളിലുണ്ട്. മനുഷ്യന് ഒരിക്കലും ദൈവം തൻ്റെ പിന്നാലെ വരുവാനായിട്ട് നിർബന്ധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ സുവിശേഷം ആരുടെയും മേൽ നമുക്ക് അടിച്ചേൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്തെങ്കിലും പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ട് ആരെയും സുവിശേഷത്തിലേക്ക് ആകർഷിക്കുകയോ സഭയിലേക്ക് ആകർഷിക്കുകയോ ചെയ്യുന്നതും ശരിയല്ല. യഥാർത്ഥത്തിൽ ഒരാൾ ദൈവത്തെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ ത്യാഗം ഈ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ഒന്നും ദൈവസന്നിധിയിൽ ദൈവം സ്വീകരിക്കുന്നില്ല, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമില്ല എങ്കിൽ പോലും നമ്മെ പൂർണ്ണമായും ദൈവം അങ്ങോട്ട് വിലക്കെടുക്കുന്നത് പോലെയാണ്. നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളുടെ മേലുള്ള സർവ്വ അധികാരവും ദൈവത്തിന്, കർത്താവിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് എത്രയോ എളുപ്പമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം നമ്മളുടെ എന്തെങ്കിലും ചില സൽപ്രവൃത്തികളിൽ പ്രസാദിച്ച് അങ്ങനെ അതിൽ തൃപ്തിയടയുന്ന ആളല്ല. ദൈവത്തിന് വേണ്ടത് നമ്മളെ തന്നെയാണ്, നമ്മളെയാണ് വിലക്കെടുക്കുന്നത്. നമ്മളുടെ മേലുള്ള സർവ്വ അധികാരവും നാം വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ സ്വതന്ത്ര ഇച്ഛയിൽ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടൊരു കാര്യമാണ് ഒരു ജീവിക്കുന്ന യാഗമായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നത്. ഒരു യാഗപീഠത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു മൃഗത്തെ പോലെയുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള യാതൊരു അവസരവുമില്ല. നമുക്കറിയാമല്ലോ, യാഗമർപ്പിക്കുവാനായിട്ട് ഒരു യാഗമൃഗത്തെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തിയാൽ ആ മൃഗത്തിന് പിന്നെ ഒരു സ്വാതന്ത്ര്യവുമില്ല. ആ യാഗം ആർക്കാ യാഗമായിട്ട് അർപ്പിച്ചിട്ടുണ്ടോ അവരുടെ സമ്പൂർണ്ണ അധികാരത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം നമ്മെ തന്നെ ഒരു യാഗമായി കർത്താവായ യേശുക്രിസ്തുവിന് സമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നാം കെട്ടപ്പെട്ടവരാണ്, നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാൽ നമ്മുടെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സമർപ്പിക്കണം എന്നുള്ള പദപ്രയോഗത്തിന് അർത്ഥം വരുന്നുവല്ലോ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. ഇവിടെ ഒരു മരണവും ഒരു ജീവിതവും അല്ലെങ്കിൽ ഒരു ജീവിക്കലും ഈ വാക്യത്തിൽ പറയുന്നു. മരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, പുതിയ മനുഷ്യൻ ജീവിക്കുന്നു. ആ ഒരു വ്യത്യാസം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മരിച്ചത് പഴയ മനുഷ്യനാണ്, ഇപ്പോൾ ജീവിക്കുന്നത് പുതിയ മനുഷ്യനാണ്, ജീവന്റെ പുതുക്കത്തിലാണ്, പുതിയൊരു ഹൃദയമാണ്. പഴയ മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പിശാചാണ്, ലോകമാണ്, ജഡമാണ്. എന്നാൽ പുതിയ മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത് ദൈവാത്മാവാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് ഈ പുതിയ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ പാപം നമ്മളിൽ വാഴുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം രണ്ട് നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, നാം കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. നാം ക്രൂശിക്കപ്പെട്ട് സ്നാനത്തിൽ അടക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിട്ടില്ല. പുതിയ സൃഷ്ടിയായി തീരാത്തതായിട്ടുള്ള എല്ലാ ആളുകളും പാപത്തിൻ്റെ അടിമകളാണ്, പിശാചിൻ്റെ അടിമകളാണ്. അതതിൻ്റെ ഒരു സാധ്യതയാണ്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, നാം കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും സ്വതന്ത്രരായി തീർന്നതിന് ശേഷവും നമ്മളുടെ ജീവിതത്തെ വീണ്ടും കൊണ്ടുപോയി പിശാചിന് അല്ലെങ്കിൽ പാപത്തിന് സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അങ്ങനെ സമർപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടുവല്ലോ. അപ്പോൾ നാം നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ വീണ്ടും പാപത്തിന് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്കാണ് നാം വീണ്ടും കടന്നു പോകുന്നത്. അവിടെ നമ്മളെ നിയന്ത്രിക്കുന്നത് പിന്നെ ജഡം, ലോകം, പിശാച്, ദൈവാത്മാവല്ല. പാപത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന് നമ്മുടെ സ്വതന്ത്ര ഇച്ഛയിൽ നമ്മെ തന്നെ സമർപ്പിച്ചതുപോലെ തന്നെ വീണ്ടും പാപത്തിന് നമ്മുടെ സ്വതന്ത്ര ഇച്ഛയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നമ്മളിൽ പാപം കർത്തൃത്വം നടത്താതെ ഇരിക്കുന്നത് നാം കൃപയിലായിരിക്കുന്നിടത്തോളം കാലം മാത്രമാണ്. അത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുന്ന ആളുകൾ, അവർ കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ, വിശ്വാസം, രക്ഷ. അപ്പോൾ കൃപയ്ക്ക് അധീനരായി ആ കൃപയുടെ കീഴിലാണ് എങ്കിൽ പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല. നാം പാപത്തിൽ അകപ്പെട്ടു പോയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നുണ്ട് എങ്കിൽ നാം കൃപയിൽ നിന്നും വീണുപോയി, അല്ലെങ്കിൽ കൃപയുടെ കീഴിലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കൽ ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് വന്നതിന് ശേഷം അവന് കൃപയിൽ നിന്ന് വീണു പോകാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉദിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടുപോയി എന്നാണ്. ഇവിടെ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ല എന്നാണ്. അപ്പോൾ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോയാൽ നാം കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൃപയുടെ കീഴിൽ നാം നിലനിൽക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും അനേക സഭകളിലും കൃപയാലുള്ള രക്ഷ, വിശ്വാസത്താലുള്ള രക്ഷയൊക്കെ പ്രസംഗിച്ച് ആളുകൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെയും ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ്, ഒരു പക്ഷേ ലിസ്റ്റായിട്ട് എഴുതി കൊടുത്തില്ലെങ്കിൽ പോലും പ്രസംഗത്തിലൂടെയും മറ്റ് സംസാരങ്ങളിലൂടെയൊക്കെയും അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്താൽ ലിസ്റ്റിനാൽ നിയന്ത്രിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭയിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകൾക്ക് അരുതാത്തതായിട്ട് പൊതുവെ നമ്മുടെ കേരള കൾച്ചറിൽ, കേരളത്തിൻ്റെ അവസ്ഥയിൽ നാം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, പുകവലിക്കരുത്, മദ്യപിക്കരുത്, സിനിമ കാണരുത്, മുറുക്കരുത്, അങ്ങനെയൊക്കെ പറയും. പിന്നെ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെയുണ്ട്. എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ ലോകത്തിലുള്ള ആളുകൾ ആരും പൊതുവെ ചെയ്യുന്നതല്ല. അതൊരു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് അത് അത്രത്തോളം പ്രാധാന്യമല്ല സഭകളിൽ. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അതും വളരെ വ്യാപകമായിട്ട് അങ്ങനത്തെ മരിപ്പിക്കേണ്ടതായിട്ടുള്ള പാപങ്ങളും അനേക സഭകളിലും വിശ്വാസികൾ, അല്ലെങ്കിൽ വിശ്വാസികളെന്ന് ഞാൻ പറയാനായിട്ട് കഴിയില്ല, സഭാംഗങ്ങളിൽ അങ്ങനെയുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ അരുതാത്തതായിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. അവിടെ കോപിച്ചാൽ അതിനെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നിഗളത്തെക്കുറിച്ചും പ്രശ്നങ്ങളില്ല, അസൂയയെക്കുറിച്ച് പ്രശ്നങ്ങളില്ല, കരുണ കാണിക്കായയെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളൊന്നും കാര്യമായിട്ടില്ല. മറിച്ച് മറ്റ് സഭയിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ, മദ്യപാനം, വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങൾ ചെയ്താൽ സഭയിൽ നിന്ന് പുറത്താക്കും. ആരെയും അസൂയ ഉള്ള ആളാണെന്നോ ദ്രവ്യാഗ്രഹമുള്ള ആളാണെന്നോ ഒന്നും പറഞ്ഞ് ആരെയും അങ്ങനെ പുറത്താക്കാറൊന്നുമില്ല. ദ്രവ്യാഗ്രഹികളെ സഭകളിൽ നിന്ന് പുറത്താക്കാനായിട്ട് നാം ശ്രമിച്ചാൽ ഇന്ന് ഓരോ സഭകളിൽ എത്ര അംഗങ്ങൾ അവശേഷിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ദ്രവ്യത്തിനും ആഡംബര ജീവിതത്തിനും വേണ്ടി കുതിച്ച് അതിൻ്റെ പിന്നാലെ പായുന്നതായിട്ടുള്ള ഒരു വലിയ ജനസമൂഹമാണ്. അങ്ങനെയുള്ള ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കൂട്ടങ്ങളാണ് ഇന്നത്തെ സഭകളെന്ന് വിളിക്കുന്നതായിട്ടുള്ള കൂട്ടങ്ങളെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നാം കൃപയുടെ കീഴിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പാപത്തിന് നമ്മളുടെ മേലൊരു കർത്തൃത്വമില്ല, അധികാരമില്ല. കാരണം ക്രിസ്തുവിനാണ് നമ്മളുടെ മേലുള്ള അധികാരം. വീണ്ടെടുപ്പ് നാളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ സംരക്ഷണത്തിനും നമ്മളുടെ മേലുള്ള അധികാരവും ആ മുദ്രയിലൂടെ കർത്താവ് ഉറപ്പിച്ചിരിക്കുകയാണ്. ആർക്കും നമ്മളുടെ മേലൊരു അധികാരവുമില്ല. അതുപോലെ തന്നെ നമ്മളുടെ സംരക്ഷണവും കർത്താവായ യേശുക്രിസ്തു നിവർത്തിക്കുന്നതാണ്. സംരക്ഷണം നിവർത്തിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വതന്ത്ര ഇച്ഛയെ എടുത്തു കളയുന്നില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. മറ്റുള്ള ലോകത്തിലുള്ള ഒന്നിനും നമ്മെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് നമുക്ക് ഈ കർത്താവിനെ പിൻചെല്ലുന്നതും മതിയാക്കി നമ്മുടെ ഇഷ്ടത്തിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ നാം കൃപയിൽ നിന്ന് വീണു പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് വേർപെട്ടു പോകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഏതെങ്കിലും കുറച്ച് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നാം മുമ്പോട്ട് ജീവിക്കേണ്ടത്. ക്രിസ്ത്യ ജീവിതം അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ക്രിസ്ത്യ ജീവിതം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം പറഞ്ഞാൽ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. നമ്മിലൂടെ ക്രിസ്തു ജീവിക്കുമ്പം ഏതെങ്കിലും ശരിതെറ്റുകളുടെ പ്രമാണത്താൽ അല്ലല്ലോ ക്രിസ്തു ജീവിക്കുന്നത്, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നാണ് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുമ്പോൾ അത് ഏതെങ്കിലും ഡൂസ് ആൻഡ് ഡോൺസ്, അരുതുകളും ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ കർത്താവ് നമ്മളിലൂടെ ജീവിക്കുക. കർത്താവ് നമ്മളിലൂടെ ജീവിക്കുന്ന പ്രമാണമാണ് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാം അംഗമായിരിക്കുന്ന സഭ, അവർക്ക് നമ്മളിൽ നിന്നുള്ള പ്രതീക്ഷ വളരെ ചെറിയതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സഭയുടെ അംഗമായി തുടരുന്നതിന് അവർ വെച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങളൊക്കെ വളരെ ലൂസാണ്. അങ്ങനെ അത് അവർ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും സഭയിൽ ആളുകൾ കാണുകയില്ല. അതുകൊണ്ട് അതെപ്പോഴും വളരെ ലൂസായിട്ട് അങ്ങനെ നിലനിർത്തിയിരിക്കും. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച പ്രാഥമിക ഉത്തരവാദിത്വം നമുക്കാണ് ഉള്ളത് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ കൃപയ്ക്ക് നാം അധീനരായി പാപം നമ്മളുടെ മേൽ കർത്തൃത്വം നടത്താതെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ ന്യായപ്രമാണത്തിനല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ന്യായപ്രമാണം അക്ഷരീകമായിട്ട് ലഭിച്ചിരിക്കുന്നത് യഹൂദന്മാർക്കായിരുന്നു.
എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രമാണങ്ങളെ മനുഷ്യൻ്റെ മനസാക്ഷിയിൽ ദൈവം എഴുതിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് എഴുതി കൊടുത്തുവെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും ഹൃദയത്തിലും കർത്താവ് അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായിട്ടുള്ള ചില പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിലേക്ക് വന്നതിന് ശേഷവും കർത്താവിൽ ജീവിക്കാതെ, കർത്താവിൽ വസിക്കാതെ, കർത്താവിനെ നമ്മിൽ വസിക്കുവാൻ അനുവദിക്കാതെ, കർത്താവിനെ നമ്മളിലൂടെ ജീവിക്കാൻ അനുവദിക്കാതെ ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്കും സാധിക്കും. എന്നാൽ അതിന് നമുക്ക് അനുവാദമില്ല. അത് ക്രിസ്തീയ ജീവിതവുമല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പ്രിയ മക്കളായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.